ആലപ്പുഴ നഗരസഭ UDF ഭരിക്കും. സ്വതന്ത്രൻ ജോസ് ചെല്ലപ്പൻ UDFനെ തുണയ്ക്കും. പിന്തുണ നൽകുന്നതിന് വൈസ് ചെയർമാൻ സ്ഥാനമാണ് ചെല്ലപ്പൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചർച്ചകൾ തുടരും. ഈ ഭരണം രൂപീകരിക്കാൻ LDF UDFനും സാധിക്കാത്തൊരു സാഹചര്യം നിൽക്കുമ്പോൾ കൃത്യമായ ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന് പിന്തുണ കൊടുക്കുക എന്നത് അനിവാര്യമായ ഘടകമാണല്ലോ. അപ്പോൾ പിന്തുണ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീടുള്ള കാര്യമാണ് ഈ പറയുന്ന ചർച്ചയും കാര്യങ്ങളും. ആ ചർച്ചയിൽ നമ്മൾ ഉപാധികൾ വെച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ കൂടുതൽ നമ്മൾക്ക് അനുഭാവപൂർവ്വം വന്നതും UDF തന്നെയാണ്. റോയ് കൊട്ടാരച്ചിറ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായുണ്ട്. അപ്പോൾ റോയ്, അവിടെ ആലപ്പുഴയിൽ UDFന്റെ ഭരണം വരാൻ പോകുന്നു. ഇപ്പോൾ ചെല്ലപ്പൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികൾ എന്തൊക്കെയാണ്? റാഷിദ്, ആലപ്പുഴ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ UDFനാണെങ്കിലും 23 സീറ്റുകളുണ്ട്. 53 അംഗ സഭയിൽ 23 സീറ്റുകൾ UDFനാണെങ്കിലും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ളത് UDFന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം നടത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ജോസ് ചെല്ലപ്പനുമായി UDF ചർച്ച നടത്തുന്നത്. മംഗലം വാർഡിൽ നിന്ന് ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജോസ് ചെല്ലപ്പൻ. ജോസ് ചെല്ലപ്പനുമായി ചർച്ചകൾ നടത്തിയപ്പോൾ അദ്ദേഹം ഉപാധികൾ മുന്നോട്ട് വെച്ചു. അത് വികസനവുമായി ബന്ധപ്പെട്ട ഉപാധികളാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വൈസ് ചെയർമാൻ സ്ഥാനം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. എന്താണെങ്കിലും ഇപ്പോൾ UDFന് അവിടെ ഭരണം ലഭിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. LDFും ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും UDFനോടാണ് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കാൻ സ്വതന്ത്രാംഗം തയ്യാറായത്. അതിന്റെ അടിസ്ഥാനത്തിൽ 26-ാം തീയതി നടക്കുന്ന നഗരസഭ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ, ഇവിടെ വനിതയാണ് ചെയർപേഴ്സണായിട്ട് വരുന്നത്, തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായി ജോസ് ചെല്ലപ്പൻ വോട്ട് ചെയ്യും. മറ്റ് ചർച്ചകൾ, അതായത് ജോസ് ചെല്ലപ്പന് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ പിന്നീട് നടത്തും എന്നാണ് അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. എന്താണെങ്കിലും LDFന് 22ഉം UDFന് 23ഉം ഒപ്പം തന്നെ NDAക്ക് 5 സീറ്റും സ്വതന്ത്രൻ 1, PDP 1, SDP 1 എന്നിങ്ങനെയായിരുന്നു ആലപ്പുഴയിലെ കക്ഷി നില. ഇപ്പോൾ UDFന് ഒരു സീറ്റ് കൂടി കൂടുതൽ ലഭിച്ചതോടുകൂടി ഭരണം ഇവിടെ സ്വതന്ത്രമായി നടത്താവുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വതന്ത്രൻ ഉപാധികളോടുകൂടി തന്നെയാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ വികസനപരമായ ഉപാധികളുണ്ട്, ഒപ്പം തന്നെ സ്ഥാനങ്ങൾ സംബന്ധിച്ചുള്ള ഉപാധികളും ഉണ്ട്. റാഷിദ്, റോയ് കൊട്ടാരച്ചിറ വിശദാംശങ്ങൾ നൽകിയത്.